പോലീസിൽ നിന്ന് റിട്ടയർഡ് ആവുന്നുള്ളൂ. പക്ഷെ ഫുട്ബോളിൽ നിന്ന് ഞാൻ റിട്ടയർഡ് ആവുന്നില്ല. ഫുട്ബോളിൽ എപ്പോഴും എനിക്ക് റിട്ടയർഡ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഒരു അക്കാഡമിയൊക്കെ തുടങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെൻറ് എൻ്റെ കൂടെ നിന്നാൽ തീർച്ചയായും നല്ലൊരു അക്കാഡമി ഞാൻ തൃശ്ശൂർ ഇവിടെ അതായത് രാജ് സാറായിട്ട് റവന്യൂ മിനിസ്റ്ററായിട്ട് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ നല്ലൊരു അക്കാഡമി തുടങ്ങും. ഫുട്ബോളിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ റിട്ടയർഡ് ചെയ്താൽ എന്താ ചെയ്യുക എല്ലാവരും ചോദിക്കും. ഞാൻ യോയോൻ്റെ ആളാണ്, ഞാൻ പുള്ളിയുടെ ആളാണ്. റിട്ടയർഡ് ചെയ്താൽ നിൽക്കാൻ സമയം ഉണ്ടാവില്ല എനിക്കൊന്നും. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും നല്ലൊരു അക്കാഡമിയും ഇതൊക്കെ തുടങ്ങി നല്ല കുട്ടികളെ വാർത്തെടുക്കാൻ പറ്റുമെന്ന് നോക്കും. തീർച്ചയായിട്ടും അതെന്തായാലും നമ്മൾ എനിക്ക് പോലീസിലെ ജോലിയാണ്, പക്ഷെ നമുക്ക് പ്രൈവറ്റായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ റിട്ടയർഡ് ചെയ്തിട്ട് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും റിട്ടയർഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു അക്കാഡമിയൊക്കെ തുടങ്ങി, ഫുട്ബോളിൻ്റെ തന്നെ അക്കാഡമിയൊക്കെ തുടങ്ങി നല്ലൊരു അക്കാഡമി തുടങ്ങാനുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ഗവൺമെൻറ്റോട് സഹായിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ നടത്തും നല്ലൊരു അക്കാഡമി. എന്ന് വെച്ചാൽ അക്കാഡമികൾ കുറേ ഉണ്ട്, പക്ഷെ എൻ്റേന്ന് പറഞ്ഞ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നല്ല ഒരു പ്രൊഫഷണൽ അക്കാഡമി, ഒരു അവിടെ നിന്ന് പഠിക്കുക പിള്ളേർ. അല്ലാണ്ട് ആഴ്ചയിൽ 3 ദിവസം ക്യാമ്പോ അങ്ങനെയല്ല, ഡെയിലി ക്യാമ്പ് കൊടുത്ത് പഠിക്കാനുള്ള അവസരവും കുട്ടികൾക്ക് സ്റ്റേ ചെയ്യാനുള്ള ഹോസ്റ്റലും അതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്.